എത്ര വേഗമല്ലേ സമയം പോകുന്നത്. ഞാനിപ്പോൾ വന്നിട്ട് 5 ദിവസമായി. അങ്ങനെ എനിക്ക് പോകാൻ സമയമായിട്ടോ. ഞാൻ തിരിച്ച് ജമ്മുവിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ പാലക്കാട് കയറിയിട്ടാണ് ഞങ്ങൾ പോവുക. അമ്മയും പ്രശാന്തേട്ടനും തലേദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ അച്ഛമ്മ. എപ്പം ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛമ്മേനെ വല്ലാണ്ട് മിസ് ചെയ്യും. ഒരു വർഷമായി അച്ഛമ്മ പോയിട്ടെങ്കിലും, പക്ഷേ എന്തോ അതിപ്പോഴും എനിക്കങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ദൈവം എന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പരീക്ഷണങ്ങൾ ദൈവം ലൈഫിൽ തരുന്നത്. ഇപ്പം അച്ഛൻ്റെ അസുഖമാണെങ്കിലും അച്ഛമ്മയാണെങ്കിലും അമ്മച്ചനാണെങ്കിലും ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആ പണ്ടത്തെ പൂജ അങ്ങ് മാറി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള വേർഷനായി എന്ന് എനിക്ക് പലപ്പോഴും ഇപ്പോൾ തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു വീക്ക്നെസ്സാണ് എൻ്റെ അച്ഛൻ. എന്തെങ്കിലും എന്താ പറയുക, അച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്ക് എത്തിച്ചു കൊടുക്കണം, അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. അച്ഛനും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചെറിയ പ്രായത്തിൽ എന്ത് പറഞ്ഞാലും എനിക്ക് എത്തിച്ചേരുന്ന ഒരാളായിരുന്നു കേട്ടോ. ഇപ്പം അച്ഛന് പ്രായമായി അപ്പം കുട്ടികളെ പോലെ ആവുമല്ലോ. അപ്പം ഞങ്ങളെ ചാത്ത് കുട്ടിയാണ് കുട്ടി. അങ്ങനെ വീട്ടിൽ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പോകുമ്പോൾ അമ്മയും അച്ഛനും എനിക്ക് കുറച്ച് പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബായ്. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.